എല്ലാവർക്കും അഭിരുചി കിച്ചണിൻ്റെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണ്. അതിലൊന്ന് അരിമുറുക്കാണ്, മറ്റേത് ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു ബീട്രൂട്ട് മുറുക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈ മുറുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആദ്യമായി നമുക്ക് അരിമുറുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 7 ടേബിൾ സ്പൂൺ ഉഴുന്ന്, അതിൻ്റെ കൂടെ തന്നെ ഇത് കുഴക്കാൻ ഒരു 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കായം. ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ള് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. ഇനി നമ്മൾ എടുത്തു വെച്ച 7 ടേബിൾ സ്പൂൺ ഉഴുന്ന് അത് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം. അതിനുശേഷം മിക്സിയിൽ വെച്ച് നല്ല ഫൈൻ പൗഡറായി പൊടിച്ചെടുക്കുക. അതുകൂടി ചേർത്ത് വേണം ഈ മുറുക്കൊന്ന് കുഴച്ചെടുക്കാൻ. ഇനി ഇത് എങ്ങനെയാണ് കുഴച്ചെടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ച വറുത്ത അരിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ പൊടിച്ചു വെച്ച ഉഴുന്ന്, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. ഇതിലേക്കുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞാൽ അത് ആദ്യം തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം വേണം ഇതിലേക്ക് വെള്ളവും പിന്നെ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും കൂടി ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായി ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള ഒരു മുറുക്കിൻ്റെ അച്ചിലേക്ക് ഇതിട്ടിട്ട് വേണം നമുക്കിതൊന്ന് ചുറ്റിച്ചെടുക്കാൻ. നമ്മൾ ഈ കുഴച്ച് വെച്ചത് ഇതിൻ്റെ അച്ചിലേക്ക് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ പാകം ശരിയായിനോന്നറിയാൻ ആദ്യം തന്നെ ഈ മുറുക്കൊന്ന് ചുറ്റിച്ചെടുക്കുക. ചുറ്റിച്ചെടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടി വീഴുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നാണ്. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി വെള്ളം ഒന്ന് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ മുറിഞ്ഞു വീഴാതെ നമുക്ക് ഒറ്റ ലൈനായിട്ട് തന്നെ കിട്ടും. അപ്പോൾ മുറുക്കിൻ്റെ പാകം ശരിയായി. ഇനി ഇതൊന്ന് വറുത്തെടുക്കുക. അതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് എണ്ണയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം നമുക്ക് മുറുക്കിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഒരു പ്ലേറ്റിലേക്ക് ചുറ്റിച്ച് വെക്കുക. അതിനുശേഷം വേണം ഇത് കോരിയെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ.
വലിപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിനേക്കാൾ ചെറുതായിട്ടോ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പത്തിലോ മുറുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതെല്ലാം ഓരോരാളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. മുറുക്ക് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലൊരു കളറായി വരുമ്പോൾ അത് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കുക. പിന്നെ ഇത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് അടച്ചു വെച്ചാൽ ഒരുപാട് ദിവസത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഈ ബീട്രൂട്ട് മുറുക്കിന് ആദ്യം തന്നെ വേണ്ടത് ഒരു കഷ്ണം ബീട്രൂട്ട്, അത് മിക്സിയിലൊന്ന് നന്നായി ഒന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. അങ്ങനെ അതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കലാണ് ആദ്യം തന്നെ വേണ്ടത്. ഇതിലേക്ക് ഇനി വേണ്ടത് 1.5 കപ്പ് അരിപ്പൊടിയാണ്. അത് വറുത്ത അരിപ്പൊടി തന്നെ വേണം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് കടലമാവ് കൂടി ചേർക്കുക. ഇതിലേക്ക് ഉഴുന്നുപൊടി ചേർക്കുന്നില്ല, പകരം കടലമാവാണ് ചേർക്കേണ്ടത്. പിന്നെ ഇതിൽ നമ്മൾ അരിമുറുക്കിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ചേർക്കണം. ഇതിൽ കാശ്മീരി മുളക് പൊടി, ജീരകം, എള്ള്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കായം ഇത്രയും ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ച ബീട്രൂട്ട് കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ കുഴക്കുമ്പോൾ കുറച്ച് റിഫൈൻഡ് ഓയിൽ കൂടി ചേർത്ത് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇത് നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിമുറുക്കിൽ ചെയ്തതുപോലെ തന്നെ ആദ്യം ഇതൊന്ന് ചുറ്റിച്ചെടുക്കുക. ഇത് മുറിഞ്ഞു വീഴാതെ ഒറ്റ ലൈനായി കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാകം ശരിയായിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ മുറുക്കിൻ്റെ ഷേപ്പിലൊന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം കോരിയെടുത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ ബീട്രൂട്ട് മുറുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. 2 ഭാഗവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ ഇത് എണ്ണയിൽ നിന്നും മാറ്റി വെക്കാം. അരിമുറുക്കും ബീട്രൂട്ട് മുറുക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മുറുക്ക് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് കൂടി അറിയിക്കുക. പിന്നെ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു റെസിപ്പിയായി അടുത്ത വീഡിയോയിൽ കാണാം.